സോ ഗൈസ്, ഇന്ന് റോഡ്രീൻ്റെ ഒരു ഗെയിം പ്ലേ റിവ്യൂ ആൻഡ് ഗെയിം പ്ലേ ആണ്. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ പ്ലെയറാണ്. എനിക്ക് അതിൽ ലിലിയൻ തൂറാമിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് ആളെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ റൊണാൾഡീനോൻ്റെ ബാക്ക് ഞാൻ റൊണാൾഡീനോനെ ഫോക്കസ് ചെയ്ത് എനിക്ക് എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയൊരു ബാക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. കാരണം എനിക്ക് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പാസിങ്ങിലാവട്ടെ, ആൾക്ക് ഫിനോമിനൽ പാസിംഗ് ഉണ്ട്, ഡിഫെൻഡിങ്ങിലാവട്ടെ, സ്കോറിങ്ങിലാവട്ടെ ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല പ്ലേയിങ് റേറ്റ് തരുന്ന ഒരു പ്ലെയറാണ്. നിങ്ങൾ സ്റ്റാറ്റ് നോക്കിയാൽ മതി, എല്ലാം കൊണ്ടും സെറ്റാണ്. ആൾക്ക് എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പാസിംഗ് ആണെങ്കിലും ഡിഫെൻസീവിൻ്റെ ഇപ്പോൾ 91, 89, 94 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ പഴയ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, സ്പീഡും കുറവ്, പക്ഷേ ഇതും അത്യാവശ്യം സ്പീഡും ഉണ്ട്. പിന്നെ കിക്കിംഗ് പവറും ഉണ്ട്, ആൾക്ക് സ്റ്റാമിനയും. എന്തുകൊണ്ടും വൃത്തിയായിട്ടുള്ളൊരു പ്ലെയറാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഒരുപാട് അസിസ്റ്റ് കൊടുക്കുന്നില്ല, പക്ഷെ അസിസ്റ്റ് കൊടുക്കുന്ന ആൾക്ക്, അതായത് മെയിൻ സെൻറ്ററിൽ നിന്നിട്ട് ഗോൾ ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ അത് റോഡ്രിയാണ്. കാരണം അങ്ങനെയാണ് പ്ലേയിങ് സ്റ്റൈൽ പറഞ്ഞാൽ അത്രയും അടിപൊളി. ഡിഫെൻഡിങ് ആവട്ടെ, സ്കോറിങ് ആവട്ടെ, പാസിങ് ആവട്ടെ, ഇത് കണ്ടില്ല. ആൾക്ക് ലോഫ്റ്റഡ് പാസും, ലോ പാസും, ഫിനോമിനൽ പാസും ഒക്കെ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. നല്ല അടിച്ച് മിന്നിച്ച് കയറ്റും പോസ്റ്റിലേക്ക്. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ലൈക്കായിട്ടുള്ളൊരു പ്ലെയറാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ്. ഞാൻ റൊണാൾഡീനോനെ ഫോക്കസ് ചെയ്ത് കിട്ടിയൊരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ലൈക്കായ, ഇപ്പം ഞാൻ നിലവിൽ നമ്മളെ കാൻഡേക്ക് പകരം യൂസ് ചെയ്യുന്ന പ്ലെയറാണ്. ഹൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്, ഫിസിക്കാലിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിനോണ്ട് തന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് ഒരു മിഡ്ഫീൽഡ് തന്നെ എനിക്കിപ്പോൾ ഒന്ന് സെറ്റായി. ഇപ്പം മെക്കല്ലേലെ അറിയാലോ നിങ്ങൾക്ക്. മെക്കല്ലേനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വേറെ പുലിയാണ്. കുറിച്ച് ഓവർ പറയാനൊന്നുമില്ല. പെർഫോമൻസ് നമുക്ക് കളിയിൽ നിന്നും കിട്ടും. പിന്നെ റൈഗാർഡ് രക്ഷയില്ല. ആൾക്കും ഉണ്ട് അടിപൊളിയായിട്ട് പാസിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡിഫെൻസീവും ഉണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്, ഫിസിക്കലും ഉണ്ട്, നല്ല സ്റ്റാമിനയൊക്കെ ഉണ്ട്. അപ്പോൾ മിഡ്ഫീൽഡ് അങ്ങോട്ട് DMF ഏരിയ മൊത്തം അങ്ങോട്ട് എനിക്ക് ഇപ്പം സെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് വൃത്തിയായിട്ടുള്ള പാക്കെന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് എന്താ പറയുക, ഗെയിം പ്ലേ കാണാം. ഒരു പാസിങ്ങും സ്കോറിങ്ങും ഡിഫെൻഡിങ്ങും ഒക്കെ അതിൽ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് പെർഫോമൻസ്. പാസിങ് ആണെങ്കിൽ ഇതൊക്കെ നോക്ക്, ഇതൊക്കെ ഏത് സാധനമാണ്. ഇതൊക്കെ പോയ സ്ലോ മോഷനിൽ കാണിച്ചതാ. അത് നോക്ക്, പോയ പോക്ക് നോക്ക്. അത് ഏതാ കറക്റ്റ് സാധനം സ്കോറും ചെയ്ത് നിന്നിട്ട്. ഞാൻ അതാ പറഞ്ഞ, അസിസ്റ്റ് കഴിക്കില്ല, പക്ഷെ അസിസ്റ്റ് കൊടുക്കുന്ന ആൾക്ക് കളി കൊടുക്കുന്ന ഒരു മേക്കിങ് റോഡറിനെ ചെയ്യുമ്പോൾ തരും. അപ്പോൾ ഇപ്പം എന്തായാലും ഈ പാക്കൊക്കെ പോയി ഞാൻ റിവ്യൂ ചെയ്തത്, എടുത്തവർക്ക് മുതലാണ്. അതേ പറയാനുള്ളത്. സ്കോറിങ് ആണെങ്കിലും ഒക്കെ സെറ്റാണ്. അപ്പോൾ എടുത്തവരുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യണം. വൃത്തിയായിട്ടുള്ള പാക്കാണ്. എന്തുകൊണ്ടും നമുക്ക് നമുക്ക് ഇപ്പോൾ ടെസ്റ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ് പാസിങ്, സ്പീഡ് എന്നൊക്കെ പറയുന്നത്. അതിൽ പാസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. പാസിങ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുറേ സ്കില്ലുണ്ടായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുതലാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, സെറ്റായിട്ട് ഉപയോഗിക്കുക. എന്തായാലും ഇതാണ് വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.